നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മാതാപിതാക്കളാണ്. വലിയ നിഅമത്താണ് അവർ. മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനും ഒരു മനുഷ്യന് കഴിയും, അതേ ഉമ്മയെ ഉപയോഗിച്ചുകൊണ്ട് നരകം വാങ്ങാനും കഴിയും. റിളർ റബ്ബി ഫീ റിളൽ വാലിദ്സ്, ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തം വാങ്ങിയ ഒരു മോനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും. അള്ളാഹുവിൻ്റെ പൊരുത്തം ഒരാൾക്ക് കിട്ടിയാൽ വേറെ എന്താ ഇപ്പോൾ ഇവിടെ വേണ്ടത്? വറളുവാനും മിൻ അല്ലാഹി അക്ബർ. അള്ളാഹ് ഒരാളെ പൊരുത്തപ്പെട്ടാൽ ഈ ഹാസ് സക്സീഡ്, അയാൾ വിജയിച്ചു. പിന്നെന്താ വേണ്ടത്? മഹലിൽ നിന്ന് അയാളെ പുറത്താക്കി, നാട്ടുകാരയാളെ കുറ്റവാളിയായി ചിത്രീകരിച്ചു, അയാളെ പലരും കളിയാക്കി, പക്ഷെ അയാൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പിന്നെന്താ വേണ്ടത് അയാൾക്ക്? അതേസമയം ഒരാളെ എല്ലാവരും ഏറ്റെടുക്കുന്നു, നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടം, സർവാംഗീകൃതനായി അയാൾ ജീവിക്കുന്നു, അയാളെ കാണുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റിക്കുന്നു, അയാളെ കൈപിടിച്ച് മുത്തുന്നു, അയാളെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അയാൾ ലൈവിൽ വന്നാൽ 2 മിനിറ്റ് കൊണ്ട് 2 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്ത് കിട്ടാനാ? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. അള്ളാഹുവിൻ്റെ പൊരുത്താണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങലാണ്. മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി. അതിനോളം വലുത് വേറൊരു വഴിയില്ല. റിളർ റബ്ബി ഫീ റിളൽ വാലിദ്സ്, ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം ഒരാൾ വാങ്ങിയാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടും. അതിൽ കൂടുതൽ പ്രാധാന്യം ഉമ്മക്ക് കൊടുക്കണം. പല കഷ്ടപ്പാടുകളും ഉമ്മ കൂടുതൽ സഹിച്ച ആളായിരിക്കും. ഉദാഹരണത്തിന് ഗർഭം ചുമക്കൽ, അതിലാർക്കും പങ്കില്ലല്ലോ. മുലയൂട്ടൽ, പ്രസവിക്കൽ, ഇതൊക്കെ ഉമ്മൻ്റെത് മാത്രമാണ്. അതിനൊന്നും എത്ര നന്ദി ചെയ്താലും തീരൂല. ഉമ്മയാണ്. ഉമ്മയാണ്. അതിന് നമ്മൾ എത്ര അവർക്ക് ശുക്ർ ചെയ്താലും മതിയാവൂല. എത്ര ശുക്ർ ചെയ്താലും മതിയാവൂല. അവസാന കാലമാവുമ്പോൾ, അഥവാ ഖിയാമത്ത് നാളാവുമ്പോൾ, കൂട്ടുകാർക്ക് ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ പ്രാധാന്യം നൽകുന്ന കാലം വരുന്ന ആ കാലത്തോടിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ഉപ്പയും ഉമ്മയും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ ചെറുപ്പക്കാരെ ഏതാ സ്വീകരിക്കുക? കൂട്ടുകാരനും ഇവനും കൂടി പ്ലാൻ ചെയ്ത ഒരു പിക്നിക്ക്, ഒരു ടൂർ, ഉമ്മ പറഞ്ഞ മോനെ ഇപ്പം പോണം മോനെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? ഖിയാമത്ത് നാളുടെ അടയാളമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് കുറേ താല്പര്യമുണ്ട്. അതിലൊരു താല്പര്യം നമ്മളായിട്ട് ഖിയാമത്ത് നാൾ നേരത്തെ ആക്കണ്ടെന്നാ. നമ്മളിലൂടെ ഖിയാമത്ത് നാളിൻ്റെ അടയാളം വരുത്തിയിട്ട് ഖിയാമത്ത് നാൾ ഉള്ള ഡേറ്റ് നിന്ന് ഇങ്ങോട്ടേക്ക് വലിക്കണ്ടെന്ന്. നമ്മൾ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്നവരാവണം. ഒരു മഹാൻ തൻ്റെ ഈന്തപ്പനത്തോട്ടത്തിലെ ഈന്തപ്പന മരം വെട്ടാനിരിക്കുമ്പോൾ, മുറിക്കാനിരിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതെന്തിനാ? ഇതിൻ്റെ ഈ തടിയുടെ ഉള്ളിലുള്ള കാമ്പ് പോലത്തെ സംഗതി ഉണ്ടല്ലോ, അത് എനിക്ക് വേണം. അതിനെന്തിനാ ഈ മരം തന്നെ വെട്ടണത്? ഇതല്ലേ ലേലത്തിന് വെച്ചപ്പോൾ 1000 ദിർഹം വില പറഞ്ഞത്? നിങ്ങളുടെ ഈന്തപ്പനത്തോട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഫലമുള്ള ഈത്തപ്പലം പൂത്തുലയുന്ന ഈന്തപ്പന മരം ഇതല്ലേ? പിന്നെ ഇതിനെ ഇതന്നെ വെട്ടിയേക്കണത്? നിങ്ങൾക്ക് യഥേഷ്ടം അങ്ങാടിയിൽ, മാർക്കറ്റിൽ, ടൗണിൽ പോയാൽ 2 ദിർഹമിന് അത് ഉദ്ദേശിക്കുന്ന കാമ്പോ അത് കിട്ടുമല്ലോ. ഇനി അത് അവിടെ പോകാൻ മടിയുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ടത്തിൽ തന്നെ ധാരാളം മരങ്ങളില്ലേ, അത് ഏതെങ്കിലും ഒന്ന് വെട്ടിയിട്ട് അത് എടുത്താൽ പോരെ. ഈ 1000 ദിർഹം വില വരുന്ന ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം പൂത്തുലയുന്ന ഈ മരം എന്തിനാ വെട്ടിയേക്കണത്? അതെന്തിനാ വെട്ടാൻ ഒരുങ്ങണത്? അതിന് ഈ മഹാൻ്റെ മറുപടി എന്താ പറയുക? അത് ഇന്നലെ ആ ഉമ്മ ഇതിലൂടെ പോകുമ്പേ ഉമ്മ പറഞ്ഞിരുന്നു, ഇതിന് നല്ല കാമ്പുണ്ടാവുമല്ലേ. ഉമ്മ പറഞ്ഞു, വേറെ ഇനി വർത്താനില്ല, ഇനി വർത്താനില്ല.
ഉമ്മ പൈസ കൊടുത്തുപോയി, ചങ്ങായിമാരെല്ലാം നമ്മളെ കാത്തുക്കുന്നുണ്ട്. അങ്ങനെ ന്യായങ്ങൾക്ക് നിൽക്കരുത്. ഉമ്മ നബിയെ, ആരോടാണ് ഒരു മനുഷ്യൻ കൂടുതൽ കടപ്പാടുകളുള്ളത്? ഉമ്മുക്ക. പിന്നെയോ നബിയെ? ഉമ്മുക്ക. പിന്നെയോ ഉമ്മുക്ക. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കൂടുതൽ കടപ്പാടുകൾ കാണിക്കേണ്ട വിഷയം ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലായില്ലേ, പിന്നെ ഇതിനെ രണ്ടാമത് പിന്നെയും ഉമ്മ പറയണത്. മൂന്നാമത്തെ മത്സരഫലം അറിവായിരിക്കുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്, അല്ലെങ്കിൽ വേറൊരാളോട് വിളിച്ചു പറയാണ് എന്ത് മത്സരഫലം അറിവായിരിക്കുന്നു, അനൗൺസ്മെൻ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഏതാണ് മത്സരം? ഒരു മനുഷ്യൻ ആരോടാണ് കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് എന്ന വിഷയത്തിലെ മത്സരത്തിൻ്റെ റിസൾട്ട്, ഒന്നാം സ്ഥാനം ഉമ്മാക്ക്, രണ്ടാം സ്ഥാനം ഉമ്മാക്ക് തന്നെ, മൂന്നാം സ്ഥാനം ഉമ്മാക്ക് തന്നെ. അങ്ങനെ പറയുന്ന പോലെയാണ് ഈ ഹദീസ് പറഞ്ഞത്. ഒന്നാം സ്ഥാനം ഉമ്മാക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇല്ല. ഉമ്മാൻ്റെത് കഴിയൂല മോനെ, ഉമ്മാൻ്റെത് കഴിയൂല, ഉമ്മാൻ്റെത് കഴിയൂല. തലയിൽ ചുമന്നിട്ട് ഹജ്ജിന് കൊണ്ടുവന്ന ആൾ മഹാന്മാരോട് ചോദിച്ചല്ലോ, ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മാക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ ചുമന്ന് കൊണ്ടുവരിക. വഹൽ അദ്ദൈതു ഹഖഹ, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് തീരുമോന്ന്? 10 പോലും തീരൂല. എന്തേ? നിന്നെ ഗർഭം ചുമന്ന കാലത്ത് നീ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് തിരിയുമ്പോൾ ഉമ്മ സഹിച്ച വേദനൻ്റെ പകരം എന്ത് ചെയ്താലാ തീരുക? എപ്പോഴാ തീര മോനെ? മർലാനോട് ഒരാൾ ചോദിച്ചില്ലേ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കാഷ്ടവും മൂത്രമൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്, ഉമ്മാക്ക് നടക്കാനും മറ്റാത്തും വയ്യാത്തതുകൊണ്ട് ഞാൻ ചുമന്ന് നടക്കല, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് പൂർത്തിയായോ? ഇല്ല. എന്തേ? നീ ഇപ്പോൾ നിൻ്റെ ഉമ്മ അസുഖം പിടിച്ച് വയ്യാതായപ്പോൾ എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നതും ചുമന്ന് നടക്കുന്നതും ചികിത്സിക്കുന്നതൊക്കെ നിൻ്റെ മനസ്സിൽ ഒരു എൻഡിങ് പോയിൻ്റ് മനസ്സിൽ ഇമേജ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഉമ്മ മരിക്കുന്നവരെ അല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂ എന്ന്. അങ്ങനെ നിൻ്റെ മനസ്സിലുണ്ട് അല്ലേ? ഉണ്ട്. അതേ സമയത്ത് നിൻ്റെ മൂത്രവും കാഷ്ടമൊക്കെ ഉമ്മാൻ്റെ മടിയിൽ നീ പഴയ കാലത്ത് ആദ്യം കക്കൂസായി കൊണ്ട് നടന്ന് ഉമ്മാൻ്റെ മടിത്തട്ടിൽ അതൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഉമ്മ വൃത്തിയാക്കി തരുമ്പോൾ, ഉമ്മ നിന്നെ പാലൂട്ടുമ്പോൾ, നിനക്ക് വേണ്ടി ഉമ്മ ഉറക്കൊഴിക്കുമ്പോൾ, നിനക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, നിനക്ക് വേണ്ടി ത്യാഗം സഹിക്കുമ്പോൾ ഉമ്മ അന്ന് വിചാരിച്ചത് എൻ്റെ മോന് വളരണം എന്നാണ്. നീ ഇപ്പം കുറച്ച് ചികിത്സ ഫണ്ടൊക്കെ ആയി അങ്ങേയറ്റെത്തിയിട്ട് സ്വലാത്ത് മജ്ലിസിന് കൊടുത്തേക്കുന്ന എഴുത്തന്നെ ഹോസ്പിറ്റലിൽ കുറേ ആയി കിടത്തത്തിലാണ് ഉമ്മ സലാമത്തിന് വേണ്ടി ദ്വാരക്കണമെന്ന്. എന്താടാ അതിൻ്റെ അർത്ഥം? മരിക്കാൻ ദ്വാരക്കണം അല്ലേ? നീ വിചാരിക്കുന്നത് ഉമ്മാക്ക് ഫണ്ട് ചിലവാക്കുമ്പോൾ ചികിത്സക്ക് നിൻ്റെ ഭാര്യ കാഷ്ടവും മൂത്രവും ഉമ്മാൻ്റെത് വൃത്തിയാക്കുമ്പോൾ നീ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ ഉമ്മ മരിക്കണം എന്നാണ് വിചാരിക്കുന്നു. നിൻ്റെ ചെറുപ്പത്തിൽ നിൻ്റെ മൂത്രവും കാഷ്ടമൊക്കെ ഉമ്മ വൃത്തിയാക്കുമ്പോൾ വിചാരിച്ചത് നീ വളരണം എന്നാണ്. പിന്നെ എങ്ങനെയാ മോനെ ഇത് തീരുക? എങ്ങനെയാ തീരുക? ഉമ്മ നമ്മളിൽ നിന്ന് പോകുക എന്ന് പറയണത് നമുക്കൊരു അഭയകേന്ദ്രം നഷ്ടപ്പെട്ട പോലെയാണ്. ഒരു പരാതി ധൈര്യത്തിൽ പറയാൻ പറ്റിയൊരു സ്ഥലമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. ഒരു ധൈര്യമാണ് ഉമ്മാൻ്റെ അടുത്ത് പോയാൽ. പനിയൊക്കെ വന്നാൽ ഉമ്മാൻ്റെ ആ തണുത്ത കൈ നമ്മുടെ നെറ്റിക്കൊന്ന് അമർത്തി വെച്ചാൽ എന്തോ ഒരു ആശ്വാസമാണ്, എന്തോ ഒരു സമാധാനം. ഉമ്മ ഒന്ന് ഇവിടെ തന്നെ നിൽക്കുമോ? ആ നിൽക്കാം മോനെ, ഉമ്മ നേരത്തെ ഏടുണ്ടല്ലോ മോനെ, മോനിപ്പോൾ ഉറക്കത്ത് നിന്ന് കിട്ടിയപ്പോൾ ഉമ്മാനെ കണ്ടല്ലേ, ആ മടിയിലല്ലേ നമ്മൾ കാഷ്ടിച്ചത്, ആ മടിയിലല്ലേ മൂത്രമൊഴിച്ചത്, ആ മുലപ്പാൽ കുടിക്കുമ്പോൾ എത്ര നമ്മൾ കടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടാകും, ആ ഉമ്മ നമുക്ക് വേണ്ടി എത്ര ഉറക്കൊഴിവാക്കിയിട്ടുണ്ടാവും. എന്നെങ്കിലും നമ്മൾ ഉമ്മാൻ്റെ ഡ്രസ്സ് ആൺകുട്ടികൾ അലക്കി കൊടുത്തിട്ടുണ്ടാവുമോ? എത്ര കാലമായി ഈ സേവനം അവർ തുടരുന്നു. ഇനി ഉപ്പ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ എന്താ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്? ഒന്ന്, അവർ പറയുന്ന മുഴുവൻ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഷാഫി ഇമാമിന് ഒരാൾ ചോദിച്ചല്ലോ, ഷാഫി ഇമാം റഹിമുള്ളയോട്,
ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമെന്ന്. ഷാഫി ഇമാമിൻ്റെ മറുപടി, ഉമ്മാൻ്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റില്ല. എന്നിട്ടല്ലേ ഉമ്മാനോട് ഇറക്കിക്കൽ? ഉമ്മാനോടോ? ഉമ്മാനോട് നീ ആയത്തും ഹദീസും ഓതിയിട്ട് ഉമ്മാക്കെതിരെ സംസാരിക്കാനോ? നീ രണ്ട് കണ്ട എന്തെങ്കിലും പഠിക്കുമ്പോഴേക്ക് ഉമ്മാക്കെതിരെ സംസാരിക്കാനോ? പറ്റൂല മോനെ, പറ്റൂല. ഒരു സുന്നത്ത് ഉമ്മ നമ്മളോട് ഒഴിവാക്കാൻ പറയാണ്. എങ്ങനെ ഒഴിവാക്കാൻ? എന്തോ ഒരു സാഹചര്യത്തിൽ. ഉദാഹരണത്തിന് റമദാൻ 27-ാം രാവ് ഉമ്മ പറയാണ്, മോനെ നീ ഇന്ന് പള്ളിയിൽ പോണ്ടോ? ആ പോണം. ഈ മഴയും കാറ്റും കോളൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, എന്തോ എനിക്ക് ബേജാറ്, ഇവിടെ ആരുമില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ മോള് മോനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ആരുമില്ലല്ലോ. നീ ഇന്ന് തറാവിയും വിത്തറൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കാം മോനെ, എനിക്കെന്തോ ഒരു പേടിയും. അവിടെ എന്താ മസാല? വീട്ടിൽ നിന്ന് നിസ്കരിക്കണം ഉമ്മക്ക് വേണ്ടിയിട്ട്. ഏതാ രാവ്? 27 രാവ്. ഉമ്മ കഴിഞ്ഞിട്ടേ വേറെന്തെങ്കിലും ഉള്ളൂ ഈ ലോകത്ത്. സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ച് ആ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമാവെന്ന് കണ്ടാൽ വേഗം കൈയളക്കുക, ഉമ്മാക്ക് ഉത്തരം കൊടുക്കുക. നിസ്കാരത്തിൽ കൈയളക്കാനുള്ള മസല പറയണത് എത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആരാണ് ഉമ്മ? പകരമില്ലാത്ത അക്ഷരങ്ങളാണ് ഉമ്മ എന്ന് പറയണത്. ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കുക വേണ്ടത്. പ്രായമുള്ള ഉമ്മയൊക്കെ നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗം വാങ്ങാൻ ഇനി വേറെ ത്വരീക്കത്തും തേടി പുറപ്പെടൊന്നും വേണ്ട, അവിടുന്ന് തന്നെ സ്വർഗം അങ്ങോട്ട് വാങ്ങിയാൽ മതി. അബൂ ഇസ്ഹാഖുൽ ഇസ്ഫറാനി തങ്ങളോട് ഒരാൾ പറഞ്ഞല്ലോ, ഇന്നലെ നിങ്ങളെ സ്വർഗത്തിൻ്റെ കിരീടം ധരിച്ചതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു എന്ന്. മഹാൻ പറഞ്ഞു, എങ്ങനെയാ കാണാതിരിക്കുക, ഞാൻ ഇന്നലെ എൻ്റെ ഉമ്മാൻ്റെ കാല് കടച്ചിലെടുത്തിട്ട് തടവി കൊടുക്കുകയായിരുന്നു എന്ന്. പിന്നെ സ്വർഗമല്ലാതെ വേറെന്താ അള്ളാഹ് തരാ? അപ്പോൾ ഒന്നാമത് വേണ്ടത് അവരെന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം. ഒരു പക്ഷേ നമ്മളെ മനസ്സിൽ അത് വിഷമമുണ്ടാവും, എന്നാലും അതനുസരിക്കണം. ആ അനുസരിച്ചതിൻ്റെ ബർക്കത്ത് തുടർ ജീവിതത്തിൽ അള്ളാഹു നൽകും. ആ പെണ്ണിനെ വേണ്ട മോനെ, നിനക്ക് എനിക്കെന്തോ ഒരു ഹൈർ തോന്നുന്നില്ല നീ അവിടെ വീടെടുക്കുന്നത്. ഉമ്മ എന്തി പറയുന്നു? അങ്ങനെ നിൻ്റെ ഒരു ന്യായാന്യായം പറയരുത്. ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം, ആ പൊരുത്തത്തിൽ അവിടെ ഇരിക്കണം. രണ്ടാമത്തത്, അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. ഒരു മഹാനെ ഉമ്മ വിളിച്ചു, വലിയ ഹദീസ് പണ്ഡിതനാണ് ആ മഹാൻ. എന്താ ഉമ്മ എന്ന് ചോദിച്ചു. എന്തുമ്മ? കാര്യം പറഞ്ഞു, കാര്യം നിർവഹിച്ചു കൊടുത്തു. പിന്നെ ഈ മഹാൻ വീട്ടിൽ റൂമിൽ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ നേരത്തെ ഉമ്മനോട് എന്തേന്ന് ചോദിച്ചത് സൗണ്ട് കൂടിപ്പോയോ? അത് കേടായോ റബ്ബേ. നേരെ അങ്ങാടിയിൽ ചെന്ന് വലിയ വില വരുന്ന 2 അടിമകളെ വാങ്ങി, ലക്ഷങ്ങൾ വില വരും കേട്ടോ, അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരുന്നു, നേരത്തെ ഉമ്മാനോട് എന്തേന്ന് ചോദിച്ചതിൽ സൗണ്ട് കൂടിപ്പോയിന് 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്. പൊരുത്തപ്പെടണേ അള്ളാഹ്, കൂടിപ്പോയതാണ്, അറിയാണ്ട് അങ്ങോട്ട് വന്നു പോയതാണ്. ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത്, എന്നേരം പറഞ്ഞൂടെ തക്കാളി വാങ്ങാൻ, ഇനിയിപ്പോൾ ആദ്യം വെയിലത്ത് പോകാനാണ്, എന്നെ കൊണ്ടാവില്ല എന്നാണ് പുതിയ സിദ്ധാന്തം. ഞാൻ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെ പോകുന്നു എല്ലാം ഇവിടെ പറയണം, ഇതെന്താ ഓഫീസാ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്തമാനം. കല്യാണം കഴിക്കുന്നവരും ഉമ്മയായിരുന്നവൻ്റെ എല്ലാം. പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും മോനെ നീ ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മ. ബാക്കി ഏത് തെറ്റായാലും ആഖിറത്തിലായിരിക്കും അതിൻ്റെ ശിക്ഷ ഉണ്ടാവുക. ഇത് നോ, ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും. ഉമ്മാനെ എങ്ങാനും ഉപ്പാനെ എങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും. അപ്പോൾ രണ്ടാമത്തത്, അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. അതാ രണ്ടാമത്തെ അദബ്. മൂന്നാമത്തത്, അവരെ നോക്കുന്നത് എപ്പോഴും വളരെ ആദരവോടെ, തഅ്ലീമോടെ, ബഹുമാനത്തോടെ ആയിരിക്കണം.
കരുണയോടെ മാതാപിതാക്കളിലേക്ക് നോക്കിയാൽ ഹജ്ജ് ഉംറ ചെയ്ത കൂലിയ. വീട്ടിൽ തന്നെ സംവിധാനം സ്വർഗം വാങ്ങാൻ അല്ല വെച്ചേക്കണത്. ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, എനിക്കൊക്കെ പരിചയമുള്ള കുറേ കുട്ടികളുണ്ട്. കുറച്ച് കുരുത്തക്കേടൊക്കെ അവരുടെ ജീവിതത്തിലെ പുതിയ ട്രെൻഡിനനുസരിച്ച് മുടിയിലും ഡ്രസ്സിലൊക്കെ ഉണ്ടാകും. എന്നാലും അവർക്ക് ജീവൻ്റെ ജീവനാ ഉമ്മ എന്ന് പറഞ്ഞാൽ. എത്ര കൂട്ടുകാർ എന്ത് പിക്നിക്ക്, എന്ത് ബീച്ച്, എന്ത് ഫുഡ് അടിക്കൽ എന്ന് പറഞ്ഞാലും ഉമ്മാൻ്റെ മിസ് കോൾ ഉണ്ടല്ലോ, ഉമ്മ എന്തിനാ വിളിച്ചേ? ഞാൻ വരാമോ, ഞാൻ വരാം. ഒന്നും തിരക്കിലൊന്നുമില്ല. അയ്യോ ഞാൻ കുറച്ച് എന്തേ ഉമ്മ വിളിക്കണ്ട. എന്ത് ഉമ്മ വിളിക്കുന്നുണ്ട്? ട്രെയിൻ ഫ്ലൈറ്റ് ഇവിടെ ഒരു വർത്താനില്ല, ഉമ്മ വിളിക്കുന്നുണ്ട്. അതിൻ്റെ മേലെയൊന്നും ഒരു ഫ്ലൈറ്റും പറക്കൂല, ഉമ്മ വിളിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കഴിയണം മനുഷ്യന്മാരെ. ഒരു ഉമ്മയല്ലേ നമുക്ക് ജീവിതത്തിലുള്ളൂ. ഉമ്മ പോയാൽ ഇനി ആര്? ഉമ്മ പോയാൽ കണ്ണിൻ്റെ കാഴ്ച പോയ പോലെ എന്നല്ല പറയേണ്ടത്, സൂര്യനെ അസ്തമിച്ച പോലെയാണ്. ഒരു ഇരുട്ടായിരിക്കും ജീവിതത്തിൽ. ഒന്നും ആരോടും പറയാനും കഴിയില്ല, ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല. കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് കേൾക്കേണ്ടി വരും. ഉമ്മക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ടെൻഷൻ ഉമ്മ കേട്ടാൽ, അല്ലാ കുറേ ദിവസമായ മോനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല, എന്താ മോനെ ഇങ്ങോട്ട് വാ. അതൊരു സ്നേഹമാണ് സംഭവം. ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ്. ഈ 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോൾ ഈ മുമ്പിൽ പല്ല് മുളക്കും, അരിപ്പല്ല് എന്നാണ് അതിന് പറയൽ. അന്നാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് മുലപ്പാൽ കുടിച്ചാലൊന്നും വല്ലാതെ ദാഹം മാറിക്കിട്ടൂല. അപ്പോഴൊക്കെ ഈ ഉമ്മയുടെ മുലക്കണ്ണിയിൽ കടിച്ച് വേദനിപ്പിക്കും. നമ്മളാ ഒരു എന്താ പറയുക, ഒരു അപക്വമായ കാലത്ത് ഉമ്മിങ്ങനെ പറിച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ അവിടെയും കിട്ടും കടി. അപ്പോഴൊന്നും ഉമ്മ നമ്മളെ ശപിക്കൂല, ലാനത്ത് ചെയ്യൂല. കള്ള കിട്ടൻ എൻ്റെ മോനെ പറഞ്ഞ അങ്ങനെ ഒരു തമാശയിലൂടെ അതെത്രയാ വേദനിച്ചിട്ടുണ്ടാവുക, എത്ര വേദനിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയാൽ ഇടത് കൈ കൊണ്ടേ വൃത്തിയാക്കുകയുള്ളൂ. വലത് കൈ കൊണ്ട് വെള്ളം എത്ര അടിച്ചാലും നജസ് ടച്ച് ചെയ്യണമെങ്കിൽ ഇടത്തേക്ക് കൈ കൊണ്ടേ ടച്ച് ചെയ്യുള്ളൂ. നമ്മളെ കാഷ്ടവും മൂത്രവും വലത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉമ്മ മാത്രമായിരിക്കും. ഇപ്പം അല്ലേ ഈ പമ്പേഴ്സ് കൾച്ചറൊക്കെ വന്നത്. എന്തപ്പോൾ അതിന് പകരം പറയാം? എന്തപ്പോൾ പകരം? എപ്പോൾ സ്നേഹത്തോടെ മാത്രം നോക്കണം, സ്നേഹത്തോടെ മാത്രം. മോനെ നീ കുറച്ച് ദിവസം ലീവിന് വന്നാൽ എൻ്റെ അടുത്ത് നിൽക്കണേ മോനെ എന്ന് ചെറുക്കനോട് ഉമ്മ പറഞ്ഞാൽ, ഞാൻ ലീവിന് എങ്ങനെ വരും ഉമ്മ, ടിക്കറ്റ് ഫെയർ. നീ ഇപ്പോഴേന് വരൂല, നീ സാധാ റബിയുൽ അവ്വലിനും റമദാനിലൊക്കെ വരുത്തണ്ടല്ല. ഓൻ വരൂല. എന്തുകൊണ്ട്? ഓൻ ഭാര്യനെ ഖത്തറിലേക്ക് കൂട്ടീന്. വരില്ലല്ലോ, വരൂല. എന്നാൽ പിന്നെ എൻ്റെ ഭാര്യ ഫൗസിയാനെങ്കിലും അയച്ചുകൂടെടാ. തീരെ കഴിയുന്നില്ലടാ, തീരെ ആവുന്നില്ലടാ, തീരെ കഴിയുന്നില്ല. ആരും പണിയെടുപ്പിക്കാനൊന്നല്ല, എന്നാലും ഒരു ചായ ഉപ്പാക്ക് ആക്കി കൊടുക്കാൻ ആരുമില്ല. അപ്പം മോൻ്റെ ഡയലോഗ്, ഓളോട് ഞാൻ പറഞ്ഞു നോക്കിന്, പക്ഷെ ഓള് പറയുന്നത് നിങ്ങില്ലാണ്ട് ഞാനെങ്ങനെ പോവാ, എനിക്ക് മിസ്സിങ് ആണ് എന്ന്. നമ്മളെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ്. ഓരോ വീടും വൃദ്ധസദന. 5 മക്കൾ, ഓരോരുത്തരിങ്ങനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരൊന്നിച്ച്. ആജിക്ക് അജുമിയും വൃദ്ധസദനത്തിലാണ്. 5 ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും, ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും. വൃദ്ധസദനങ്ങളാണ്. ആർക്ക്? അവരവർ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ ജീവിതം, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി. ഉമ്മാനെ മറന്നിട്ടൊരു ജീവിതം ഒരാൾക്കുണ്ടോ? പോയി. അവൻ്റെ ഒരു ഇബാദത്തും അല്ലാഹ്ക്ക് വേണ്ട. ഇനി ഉപ്പിയുമ്മയും മരിച്ചു പോയവരാണെങ്കിലോ അതെന്താ വേണ്ടത്? അൽ ഈലാഹു വൽ ബയാൻ എന്ന ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ കിതാബിൽ കാണാം. 3 കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലെങ്കിൽ 3 കാര്യങ്ങൾ. 1, ജീവിച്ചിരിപ്പുള്ള ഒരാൾ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഉമ്മയാണ് മരിച്ചത് അല്ലെങ്കിൽ ഉപ്പയാണ് മരിച്ചത്, ഒരാളുണ്ട്, അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മരിച്ചുപോയ ആളെ കൂടി അതൊരു സന്തോഷിപ്പിക്കലാവും. ഇവരെ കൂടുതൽ സന്തോഷിപ്പിച്ചാൽ അതുകൂടി മേക്കപ്പ് ചെയ്തു പോകും എന്ന് ചുരുക്കം. ഒന്നതാണ്.
ഉമ്മയേ ഉള്ളൂ. നല്ലോണം സന്തോഷിപ്പിക്കുക. ഉപ്പാനെ കൂടുതൽ സന്തോഷിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ ഉപ്പ മാത്രമേ ഉള്ളൂ, ഉമ്മ പോയി. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ തന്നെ പരമാവധി സമയത്തുണ്ടാവുക. എന്നാൽ ഉമ്മാക്കും സന്തോഷവും ഉപ്പാക്കും സന്തോഷവും. അത് മേക്കപ്പ് ചെയ്ത് പോകും. 1. 2, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുക. അത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മക്കൾ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ബാക്കി ഖബറാളികളോട് ഈ ഉപ്പയും ഉമ്മയും അഭിമാനപൂർവ്വം പറയത്രേ, അവരും ഓരോരുത്തർ അസ്സലാമു അലൈക്കും ദാറ ഖൗമിയൽ മുഅ്മിനീൻ എന്ന് സലാം പറയും. നിങ്ങളെല്ലാവരും പൊറുക്കിയെടുക്കാൻ പോകുന്നില്ലേ? ഞാൻ അങ്ങനെയൊന്നും പോകുന്നില്ല, എനിക്ക് സ്പെഷ്യലായിട്ട് വേറെ തന്നെ വരുന്നുണ്ട്, എൻ്റെ മോന് കൊടുത്തയക്കുന്നുണ്ട്. നമ്മളാകുന്ന മക്കൾ ഉപ്പാക്കും ഉമ്മാക്കും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാവണം. 2. 3 വത്തസദ്ദഖു അൻഹുമ, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക. മരിച്ചുപോയവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക. ഇന്ന സ്വതക്കത തസിലു ഇലാ മയ്യത്തിൻ ബിലാ ഖിലാഫിൻ ബൈനൽ മുസ്ലിമീൻ. ഇമാം നവവി റഹിമഹുല്ലാഹ് ശർഹ് മുസ്ലിമിൽ പറഞ്ഞല്ലോ, മരിച്ചുപോയവരുടെ പേരിൽ ചെയ്യുന്ന സ്വതക്ക അവർക്ക് ഉപകാരപ്പെടും എന്ന വിഷയത്തിൽ ഒരു മുസ്ലിമിനും എതിരഭിപ്രായമില്ല. വഹാബിനെ കുറിച്ചല്ല പറയണത്, ഒരു മുസ്ലിമിനും എതിരഭിപ്രായമില്ല. ഇന്ന സ്വതക്കത തസിലു ഇലാ മയ്യത്തിൻ ബിലാ ഖിലാഫിൻ ബൈനൽ മുസ്ലിമീൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശർഹ് മുസ്ലിമിൽ എഴുതി വെക്കുന്നുണ്ട്. വഹാബികൾ പറയുന്ന നോക്കണ്ട, മുജാഹിദ് ജമാഅത്തുകാരോ ഓർക്കെന്ത് ദീനറിയാം. മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുത്ത മുസ്ലിമാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന്. വഹാബികൾ തന്നെ അംഗീകരിക്കുന്ന നേതാക്കൾ അവരുടെ കിതാബിൽ ഈ വിഷയം എഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്നു കയറി സംസാരിക്കണില്ല. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മക്കൾ ഇങ്ങനെ ഖൈറ് കൊടുത്തേക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം? ആ മാതാപിതാക്കളുടെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാവും. ഈ സ്വതക്കയും ഈ ഖൈറാത്തും ഖബറിലേക്ക് എത്തുമ്പോൾ അവർക്ക് വലിയ ഹാപ്പിയാവും. തീർന്നില്ല, ഇത് കണ്ടിട്ട് ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇങ്ങോട്ട് ദുആ ചെയ്യും. എന്താ ദുആ? ഈ ഖൈറ് കൊടുത്തയച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളെ ഖൈറിൽ തന്നെ നിലനിർത്തണേ അല്ലാന്ന് ദ്വാരക്കും. മരിച്ചുപോയവർ ജീവിച്ചിരിപ്പുള്ള മനുഷ്യർക്ക് ഇങ്ങോട്ട് ദ്വാരക്കുന്ന്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ളയുടെ അഹ്വാലുൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ വിശദമായി ആ കാര്യം പറയുന്നുണ്ട്. കണ്ടോ, ഇതാണ് മാതാപിതാക്കളോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല. മാതാപിതാക്കളുമായി ബന്ധമുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാം സ്നേഹിക്കണം, അവരെ മുഴുവനും ബഹുമാനിക്കണം. ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാർ അഥവാ മൂത്തമ്മമാർ, ഉമ്മയുടെ അനുജത്തിമാർ, ഇളയമ്മമാർ, അവരൊക്കെ ഉമ്മാനെ സ്നേഹിക്കണ പോലെ, ഉമ്മാനെ ബഹുമാനിക്കുന്ന പോലെ നോക്കണം. ആരാ അതൊക്കെ ചെയ്യണത്? ഉപ്പാന്റെ ജ്യേഷ്ഠനുജന്മാർ ഉപ്പയെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കണം. ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ് എന്ന ഗ്രന്ഥത്തിൽ ഇതിന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ദീർഘമായ മസ്അലകൾ, പഠനങ്ങൾ, പേജുകൾ ഉണ്ട്. ഇളയമാനും മുത്തമ്മാനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് ഉമ്മാനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗ. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മീന, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മാൻ്റെ സ്ഥാനത്താണ് ഉമ്മാൻ്റെ സഹോദരിമാർ. അത് ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഇളയമ്മയാട്ടോ, മൂത്തമ്മയാണേ. നീ കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ വാങ്ങിയിട്ട് പോകണം മോനെ. മൂത്തമ്മാൻ്റെ ഒക്കെ സേവനം നിനക്കറിയാത്തോണ്ടല്ലേ. ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണത്. ഇതേപോലെ തന്നെ ഉപ്പാൻ്റെ സുഹൃത്തുക്കളെയും നമ്മൾ പരിഗണിക്കണം.
അത് ഉപ്പാനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗ. ഉപ്പ എന്തേ ഈ മൂത്താപ്പന്തിന് നമ്മളെ പെങ്ങളെ കല്യാണ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഇടപെടുന്നത്? അയാൾ ഫണ്ടൊന്നും തരുന്നില്ലല്ലോ, ഭയങ്കര അഭിപ്രായമാണല്ലോ, അത് ക്യാൻസലാക്കി ഇത് ക്യാൻസലാക്കി, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ. അതൊക്കെ ഒരു ലിബറൽ ആശയമാണ്. നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കിക്കോളൂ, വെറും ഇടപെടണ്ട. ഇതൊക്കെ വളരെ വൃത്തികേടാണ്. അത് പറഞ്ഞ ഉടനെ ഉപ്പ തിരുത്തി കൊടുക്കണം. നീ എന്താടാ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത് മൂത്താപ്പനെ കുറിച്ചിട്ട്? എന്താ പറഞ്ഞേ? തിരുത്തി കൊടുക്കണം. ബഹുമാനിക്കേണ്ട എല്ലാവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് ഗസാലി ഇമാം റഹിമഹുള്ളയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശം മാത്രം നമ്മുടെ സിസ്റ്റങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ പിറകോട്ട് പോയി. അപ്പോൾ കുട്ടികൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ന നമ്പറിലേക്ക് വിളിക്കാം, കേസ് കൊടുക്കും, അങ്ങനെ ചെയ്യുമെന്ന അവകാശത്തിൻ്റെ മേൽ അവർ മുകളിൽ കയറി പറഞ്ഞു. ഇത് മൂത്താപ്പയാണ്, ഇത് ടീച്ചറാണ്, ഇത് സാറാണ്, ഇത് ഉസ്താദാണ്, ബഹുമാനിക്കണമെന്ന ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ പുതിയ കാല ചർച്ചയിൽ അഭിപ്രായാന്തരങ്ങൾ കിടക്കുന്നു. കുട്ടികളെ കുട്ടിക്കുറ്റവാളികളെന്ന് വിളിക്കണോ വേണ്ടിയോ എന്നതാണ് പുതിയ ചർച്ച. കുട്ടിക്കാദ്യം വേണ്ടത് കുട്ടിക്ക് ഉത്തരവാദിത്വം കൂടി പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കണം. മോനെ അത് ഉസ്താദാണ് കേട്ടോ, ടീച്ചറാട്ടോ, സാറാണ്, എൻ്റെ ബയോളജിയുടെ ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ബോട്ടണിയുടെ സാറാണ്, നിനക്ക് കിതാബ് ഓതി തന്ന ഉസ്താദാണത്. എന്തെങ്കിലും ചെയ്താൽ ഇന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കേണ്ടതേ ഇതാരാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ പരാജയപ്പെട്ടപ്പോൾ പ്രശ്നങ്ങൾ കുട്ടികളിലൂടെ കടന്നു വരാൻ തുടങ്ങി. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ പ്രായമുള്ള ആൾക്ക് തൻ്റെ കുതിര ഹദിയ കൊടുത്തു. തലപ്പാവ് ഊരിയിട്ട് അയാൾക്ക് വെച്ചു കൊടുത്തു. കൂടെയുള്ള ഖാദിമീങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉസ്താദെ വേറെയും വാഹനങ്ങളുണ്ട്, തലപ്പാവുണ്ട്, ഈ മുന്തിയ മുന്തിയ തലപ്പാവും മുന്തിയ വാഹനവും തന്നെ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. എന്താ പ്രത്യേകത എന്ന് വെച്ചു. വേറൊന്നുമല്ല, അത് എൻ്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹൃത്താണ്. ഉപ്പാൻ്റെ സുഹൃത്തിനെ ബഹുമാനിക്കൽ ഉപ്പാനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ കണ്ടങ്ങൾ? യാ അല്ലാഹ്, കണ്ടങ്ങള്? ചിലർ ഉപ്പാനെ തീരെ മെയിൻറ്റെയിൻ ചെയ്യൂല, ഉപ്പാനെ പരിഗണിക്കൂല. ഗൾഫിലൊക്കെ പോയി ദീർഘകാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടും എല്ലാ സൗകര്യങ്ങളും മക്കളെ കെട്ടിച്ച് എല്ലാം കഴിഞ്ഞ് ഉപ്പ പ്രായമായി. ഇപ്പോൾ ഉപ്പാക്കായിട്ട് സ്വന്തമായി വരുമാന മാർഗങ്ങൾ ഇല്ലെങ്കിൽ ഉപ്പ നിസ്കരിച്ചിട്ട് വരുമ്പോൾ ഉമ്മയും മക്കളും ചർച്ച അവസാനിപ്പിക്കും. ഉപ്പ വരുന്നുണ്ട്, ബാക്കി പിന്നെ ചർച്ച ചെയ്യാമെന്ന്. ആ പാവത്തിന് എത്ര വിഷമമുണ്ടാവില്ലേ? ഉപ്പ പൊതുവെ കരയൂല, ഹൃദയം കൊണ്ട് അങ്ങനെ കരയും. എപ്പോഴെങ്കിലും കണ്ണിൽ വെള്ളം നിറഞ്ഞാലായി. എന്നെ ആർക്കും വേണ്ടാന്ന് തോന്നിപ്പോകുന്നവരാണ് നമ്മുടെ നാട്ടിലെ കൂടുതൽ ഉപ്പമാരും. ആർക്കും വേണ്ടല്ലേ? ഈ ആൺമക്കളൊക്കെ ഒന്ന് കൂടി ഇരുത്തിട്ട് ഉപ്പാനോട്, ഉപ്പാക്ക് എന്തോ ഒരു സങ്കടം 2-3 ദിവസമായിട്ട്, എന്തോ കൈമ കാശില്ലാത്തതിൻ്റെ പ്രശ്നം. ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഉപ്പാക്ക് എന്താ പ്രശ്നം? ഞാൻ ഉപ്പാനോടൊരു കാര്യം ചോദിച്ചിട്ട്, ഉപ്പ എനിക്കൊരു മുത്തം തരുമോ? ശരിക്കും ഉപ്പ കരഞ്ഞു പോവോ? കരഞ്ഞു പോകുന്ന പറഞ്ഞാൽ കരഞ്ഞു പോകും. എന്നെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമല്ലേ? ഇങ്ങനെ മരിക്കുന്നിടത്ത് മരിക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ജീവിക്കുന്നവരാ പല ഉപ്പമാരും. കാരണം ക്യാഷ് കയ്യിലില്ലെങ്കിൽ പുതിയ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഗൾഫ് ജീവിതം ആസ്വദിച്ച ഭാര്യൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഉപ്പമാരിങ്ങനെ കഷ്ടപ്പെടും. നിസ്കരിക്കുന്ന വരുന്ന ചോറ് കിട്ടിയാലായി എന്ന് ചോദിക്കാനും പറ്റൂല ഭാര്യനോട്. കാരണം ഓൾ മദീനയിലേക്കുള്ള പാതയിലുള്ള ഓൺലൈൻ മജ്‌ലിസിലായിരിക്കും, ചോദിക്കാനും പറ്റില്ലല്ലോ. കിട്ടിയാൽ അങ്ങോട്ട് തിന്നാം, അത്ര തന്നെ. കിട്ടിയാൽ തിന്നാം.
ഉമ്മമാരെ, അപകടം പതിയിരിക്കുന്നത് ജാഗ്രതയോടെ കണ്ടിട്ടില്ലെങ്കിൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ചെയ്യുന്നത് നന്മയാണ് എന്ന് തോന്നിയാലും അതൊക്കെ നമുക്ക് ആഖിറത്തിൽ വബാലായി വിപത്തായി വന്നു പോകും. ഉപ്പാനുമ്മാനും നല്ലോണം പരിഗണിക്കണം എന്നാണ് 7 അനുഗ്രഹങ്ങളിലെ 1-ാം അനുഗ്രഹം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ 2ാമത്തെ വലിയ അനുഗ്രഹമാണ് സ്വർഗം വാങ്ങുക, നരകവും വാങ്ങുക. അതേതാ? സമയം. സമയം കൊണ്ട് സ്വർഗം വാങ്ങിയവരാണ് ഇന്നലകളിൽ ജീവിച്ച ഇമാമുമാർ. ഒരൊറ്റ സമയം കളയാതെ അവർ ജീവിച്ചു. ഒരൊറ്റ സെക്കൻഡും ജീവിതത്തിൽ നഷ്ടപ്പെടാതെ ഓരോ സെക്കൻഡുകളും ആഖിറത്തിൽ അനുകൂല സാക്ഷി നിൽക്കും വിധത്തിൽ അവരുടെ ആലോചനകൾ കൊണ്ട്, രചനകൾ കൊണ്ട് സമയത്തെ സമ്പന്നമാക്കി. സക്കരിയ അൻസാരി റളിയല്ലാഹുവിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവരുടെ എല്ലാം വലിയ പ്രത്യേകത, ഒരൊറ്റ സമയം അവർ വെറുതെ കളയൂല. ചില ഇമാമിങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വരെ കിതാബ് നോക്കൂ. അത്രേ, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വരെ കിതാബ് നോക്കൂ. എന്തിന്? ചിലപ്പോൾ പള്ളിയിലെ ജമാഅത്തിനൊക്കെ ആയിരിക്കും വരുന്നത്, എന്നാലും കിതാബ് നോക്കും. ആ സമയം നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ കിതാബ് നോക്കി നടന്നു പോകുമ്പോൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുകയും പിറ്റേ ദിവസം തന്നെ മരിക്കുകയും ചെയ്ത മഹാന്മാരുണ്ട്. നമുക്കും അങ്ങനെ ചാൻസ് ഉണ്ട്. മൊബൈൽ നോക്കി നടന്നാൽ മതി, വല്ല ടാങ്കിലും വീണ് മരിച്ചോളൂ. ഒരൊറ്റ സമയം വെറുതെ കളയാത്ത മഹാന്മാർ, ഒരു സമയം നഷ്ടപ്പെടുത്താത്ത മഹാന്മാർ. അതാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദുനിയ സഅ ഫജ്അൽഹാ ത്വഅ. മോനെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ സമയമാണ്. അത് നീ നഷ്ടപ്പെടുത്തരുത്. അതിനെ മുഴുവനും നീ ഇബാദത്താക്കി മാറ്റണം. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ, ഇന്ന് സുബഹിന് നമ്മളും നമ്മുടെ ഉപ്പയും എഴുന്നേറ്റത്, ഉദാഹരണം പറയാം, 5 മണിക്കാണെന്ന് വിചാരിക്കുക. ഉദാഹരണമാണ് കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി? എത്ര മണിക്കൂർ കഴിഞ്ഞു? അടുത്ത ദിവസത്തെ 5 മണി ആവുമ്പോഴേക്ക് 24 മണിക്കൂറാവുമ്പോഴേക്ക് ഉപ്പയുടെ സിംഹഭാഗവും ഉമ്മയുടെ ഭൂരിപക്ഷ സമയവും ഇബാദത്താക്കി മാറ്റിയിട്ട് അക്കൗണ്ട് നിറച്ചിട്ടുണ്ടാവും. നമ്മൾ പ്രധാനമായും ചെയ്ത ഒരു കാര്യം, വാട്സപ്പിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് 3-4 തവണ നോക്കി. 1. 2, ഞാൻ ഇട്ട സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി. 2, നമുക്ക് എന്തിൻ്റെ സൂക്കടാണ് ശരിക്കും? എന്തിൻ്റെ സൂക്കട? 500 കൊല്ലം അല്ല ആയുസ് തന്നെന്ന് വിചാരിക്കുക. പിന്നെ അല്ല വിചാരിച്ചു ഒരു 500 കൂടി കൊടുത്തേക്കാന്ന്, 1000 കൊടുത്ത്. ഈ 1000 കൊല്ലം യൂട്യൂബിൽ ഫുൾ വീഡിയോസ് കണ്ടു തീർക്കാമെന്ന് വിചാരിച്ചാൽ തീരുമോ? ഇല്ല, ഇനിയും വീഡിയോസ് ബാക്കിയുണ്ടാവും. 2 ആൾ നടന്നു പോകുന്നു, ഒരാൾ കുഴിയിൽ വീണ്, 4 ആൾ ഹാന്ന് ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇതിലുണ്ടാവുള്ളൂ. ഇത് കണ്ട് തീർത്ത് കാലം കൊല്ലലല്ല കൂട്ടുകാരെ നമ്മുടെ ജീവിതം. അല്ല, ഇപ്പോൾ ഒരു 18ാമത്തെ വയസ്സിൽ വല്ല അപകടത്തിൽ ഒരു ചെറുക്കൻ, ഒരു പെൺകുട്ടി മരിച്ചുപോയി എന്ന് വിചാരിക്കുക. തീർന്നല്ലോ കാലം. ഇനി ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം കഴിയോ? ഇല്ല, തീർന്നില്ലേ? തീർന്നു. ആഖിറത്തിലെത്തിയ ഈ കുട്ടി എന്താ വായിക്കൽ? ഏട് വായിക്കും. 18ാം വയസ്സിലാണ് മരിച്ചേക്കണത്. അതറിയാലോ. 15ാം വയസ്സിൽ പ്രായപൂർത്തിയായിട്ടുണ്ട്. യെസ്, 3 കൊല്ലമാണ് ജീവിതത്തിൽ കർമ്മങ്ങൾ എഴുതപ്പെടുന്ന കാലമായി ജീവിച്ചത്. 3 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ അത് വായിക്കേ. 3,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. 1. വേറെന്താ നമ്മുടെ ചെക്കന്മാർ വായിക്കുക? എന്തപ്പോൾ വായിക്കുക? ഒരാൾ ബൂട്ട് കെട്ടുന്നത്, വേറൊരാൾ ബൂട്ടഴിക്കുന്നത്. ആരുടെങ്കിലും ബൂട്ടിൻ്റെ ഇടയിൽ പണയം വെക്കാനുള്ളതാണോ നമ്മുടെ തലച്ചോറ്? ആണോ? അല്ല. ആണോ? അല്ല. നമ്മളെ സമയം ഇങ്ങനെ വെറുതെ കളയാ. ഇന്നത്തെ ഈ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്ക് ഉറങ്ങും?
എത്ര മണിക്ക് ഉറങ്ങും? ഉസ്താദേ തമാശാക്കല്ലേ, 2 GB ബാക്കിയുണ്ട്, വെറുതെ പോയാൽ നഷ്ടമല്ലേ എന്ന്. എന്ത് ജീവിക്കാണോ പ്രാധാന്യം, ആയുസ്സിനാണോ പ്രാധാന്യം? ആണോ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗത്തിൽ മരം ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം എത്ര സമയം വേണം? എത്ര വേണം? ആകെ 2 സെക്കൻഡുകൾ വേണം. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലൊരു മരം ഓഫർ ചെയ്യപ്പെട്ട ദിക്റാണത്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയാ, നിന്നോടൊരു ഹാജിയാർ, ഒരു പണക്കാരൻ പറയാണ്, കൊറോണയിലൂടെ ജോലി മിസ്സായതിനു ശേഷം നിനക്കൊരു ജോലി ക്ലിക്കായിട്ടില്ലല്ലേ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യുക, ഞാൻ വലിയൊരു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്, നീ അത് ഓരോ ചെടി നടുന്നതിന് 500 രൂപ തരാം. ശരിക്കാണോ പറയണത്? ഒരു ചെടി നട്ട 500 രൂപയാണ്? കറക്റ്റ് തള്ളാണോ? കൊള്ളാൻ പറ്റുന്നതാണോ? എന്ത് തള്ളു? 500 തരുമോനെ? ഒരു ചെടി നട്ട 500 രൂപയാണ്? കറക്റ്റാണോ പറയണത്? അതെ. അങ്ങനെയാണെങ്കിൽ നീ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇടയിൽ വരുന്ന ചായ വേണമെന്ന് വെച്ചാൽ നീ എന്താ പറയും? വേണ്ട. നാസ്ത വേണ്ട. ഉറങ്ങ വേണ്ട. ഈ ഉറക്കിനെയും ചായയെയും കടിയെയും ഫുഡിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നീ മുഴുസമയം ഓരോ ചെടിക്കും 500 കിട്ടാനുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നീ പണിയെടുക്കൂലേ? യെസ്. എങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തിലൊരു മരം കിട്ടുമെന്ന നബി തങ്ങളുടെ പ്രഖ്യാപനത്തിൽ നിനക്കെന്താ വിശ്വാസമില്ലാത്തത്? അഇമ്മത്തിൻ്റെ ചോദ്യം. ഒരാളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 30 സുബ്ഹാനല്ലാഹ് അല്ല. ഇപ്പം വാട്സപ്പ് സ്റ്റാറ്റസിന് ദീർഘായുസ് കിട്ടിയതുകൊണ്ട് 1 മിനിറ്റിലേക്ക് നീണ്ടിട്ടുണ്ട്. സോ ഒരു 30 സുബ്ഹാനല്ലാഹ് അല്ല, 30 സ്വർഗീയ മരങ്ങൾ വാങ്ങാം. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് മരത്തുനിന്ന് മാങ്ങിയും ചക്കിയും കൊടുത്തേക്കലല്ല. ഈമാനോടെ മരിച്ചിട്ട് സ്വർഗത്തിലെത്തുന്നു കൂടിയാ അതിൻ്റെ താല്പര്യം. എന്തിനാ നമ്മൾ സമയം കളയണത്? അതാണ് അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട് കിതാബുകളിൽ. എന്താ ചോദ്യം എന്നറിയോ? അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിൻ്റെ പണം നഷ്ടപ്പെട്ടാൽ നിനക്കതിൽ ടെൻഷൻ ഉണ്ടാവില്ലേ? യെസ്. നിൻ്റെ സമയം നഷ്ടപ്പെട്ടതിൽ നിനക്കെന്താ ടെൻഷൻ ഇല്ലാത്തത്? ഈ വാളിൻ്റെ മജ്ലിസിൽ ഒരാളുടെ 500ൻ്റെ കെട്ടായ 5000 രൂപ നഷ്ടപ്പെട്ടു. അയാൾ ഏറ്റവും അവസാനത്തിലായിരിക്കും ഇവിടുന്ന് പോവുക. കുറേ നേരം പരുതും, വാട്സപ്പിലൊക്കെ ഇട്ട് ഒരാളുടെ മോശമല്ലാത്തൊരു സംഖ്യ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കളഞ്ഞു കിട്ടുന്നവർ ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഉസ്താദ് സമാധാനിപ്പിച്ചു, ഖാന ഫാത്തമ പോയത് പോയി, ഇനി അല്ലാഹു നടുവട്ടേക്ക്. ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനോ ഉസ്താദ്, ഞാനും എൻ്റെ മനസ്സെന്ന് വിട്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ മഹല്ല് ഗ്രൂപ്പിൽ അതൊരു ഫോർവേഡ് മെസ്സേജ്, ഒരു ക്യാഷ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ വിളിക്കോ ഇല്ലയോ? വിളിക്കും. അപ്പം ഇന്നത്തൊരു ഡയലോഗില്ലേ, പോയത് പോയി മനസ്സെന്ന് വിട്ട്. അതൊന്നും നടക്കൂല, പൈസ മനസ്സെന്ന് വിടാൻ കഴിയൂല. അല്ലേ 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 അത്? അതെ. അപ്പോൾ ആ പൈസ നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ കൊണ്ടല്ലേ നീ അതെന്നെ പരിധി നടക്കണത്? അതെ. എങ്കിൽ സമയത്രായി എന്ന് നോക്കാൻ വേണ്ടി നീ എടുത്ത ഫോൺ 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഫോൺ വെച്ചത് അല്ലേ? ആ 2 മണിക്കൂർ ഓർത്തിട്ട് നിനക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സമയമുണ്ടെങ്കിൽ നിനക്ക് പണം ഉണ്ടാക്കുക, ആഖിറ ഉണ്ടാക്കുക, അല്ലേ? അതെ. പണം കടം വാങ്ങാം, കടം കൊടുക്കാം. സമയം കടം കൊടുക്കാനോ കടം വാങ്ങാനോ പറ്റൂല. നഷ്ടപ്പെട്ടതു തന്നെ. ഇനി ഒരിക്കലും ഇന്നേത്തെ രാവിലെ തിരിച്ചു വരൂലല്ലോ, ഉച്ച തിരിച്ചു വരൂലല്ലോ. തിരിച്ചു വരുമോ? ഇല്ല. അപ്പോൾ ഈ സമയത്തെ മുഴുവനും ആഖിറത്തിൽ ഉപകരിക്കും വിധത്തിൽ നമുക്കോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആഖിറത്തിൽ ഒരു മനുഷ്യനും എന്ത് പറയാൻ കഴിയില്ല, അള്ളാഹുവേ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടായിരുന്നു ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നത് എന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. സ്വലാത്ത ചെല്ലണ്ടെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, ഏതാണ് സ്വർഗ വഴിയെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. എന്തെല്ലാം വഴികൾ! 10 ഖുൽഹു അല്ലാഹു സൂറത്ത് ഡെയിലി ഓതിയാൽ സ്വർഗത്തിൽ വീടുണ്ട് എന്ന് ഹദീസിലുണ്ട്. 10 ഖുൽഹു അല്ലാഹു സ്വർഗത്തിൽ വീട് കിട്ടാൻ ഓതാൻ ആകെ വേണ്ടത് 10 ഖുൽഹു അല്ലാഹു ഓതാൻ 2 മിനിറ്റ് വേണ്ടി വരും. 86,400 സെക്കൻഡിൻ്റെ മലയാളമാണ് 24 മണിക്കൂർ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ 2 മിനിറ്റ്
8 കൊല്ലം കൊണ്ട് ദുനിയാവിലെ വീടെടുത്ത മനുഷ്യന് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് വീട്ടിലെത്താൻ പറ്റിയിട്ടില്ല. ശ്വാസതടസ്സം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു. അതാണ് ഈ ദുനിയാവിലെ വീട് എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിലെ വീട് എന്ന് പറയണ ആ വീട് കിട്ടാൻ 10 കൊല്ലവും 2 മിനിറ്റ്. ഇനി ഈ പ്രഭാഷണവും കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സംസാരം എന്തായിരിക്കും? നല്ല വാളല്ലേ മൂപ്പര? ഞാൻ ആദ്യമായിട്ട് മൂപ്പര നേരിട്ട് കാണുന്നു. യൂട്യൂബിലൊക്കെ പലതവണ കണ്ടിട്ടുണ്ട്. മൂപ്പര ഒന്നുകൂടി കൊണ്ടുവന്നാലോ? പറയേണ്ടത് അങ്ങനെ കറക്റ്റ് പറയുന്നുണ്ടല്ലേ? ഈ ഫീഡ്ബാക്ക് ഉണ്ട് എന്നല്ലാതെ 10 കൊല്ലവും നാളെ മുതൽ ഓതുമോ? ഞാൻ തന്നെ നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കാം. മറ്റന്നാൾ കാസർഗോഡ് ടൗണിൽ ഉസ്താദ് മിന്നാന്ന് നമ്മളെ നാട്ടിൽ വേലന് 10 കൊല്ലം ഓതാൻ പറഞ്ഞിട്ട് ഓതുന്നുണ്ടോ? ഉസ്താദ് പറയുമ്പോൾ ഓതണം തന്നെ ഉണ്ട്. അതിനെ എൻ്റെ ഓതിയിട്ടൊന്നുമില്ല. ഇത് മതിയോ? ഇങ്ങനെ മതിയോ? നമുക്ക് പോരാ. എന്തിനാണ് നമ്മൾ വഅളിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്? ഞാൻ എന്തിനാണ് വഅള് പറയണത്? നിങ്ങളെന്തിനാണത് കേൾക്കുന്നത്? അത് ആമുഖത്തിലേ സൂചിപ്പിച്ചല്ലോ. നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ സമയം കൊണ്ട് സ്വർഗം കിട്ടുന്നവരുണ്ട്, അതേ സമയം കൊണ്ട് നരകം വാങ്ങി കാലം തീർക്കുന്ന മനുഷ്യരും ഉണ്ട്. അതേ സമയം കൊണ്ട് തന്നെ നരകം വാങ്ങുന്ന മനുഷ്യന്മാരില്ലേ? എല്ലാ രാത്രിയും ഹറാമിൻ്റെ ലോകത്ത് കൈവെള്ളയിൽ മൾട്ടിമീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാ രാത്രിയും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന മോനെ, ഒരു ഹറാം സ്ഥിരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്നറിഞ്ഞത് സ്ഥിരം ചെയ്താൽ അവൻ ഫാസിഖായി പോകും എന്ന് കിതാബുകൾ എഴുതി വച്ചില്ലേ? ഫാസിഖായ മോൻ, ഫാസിഖായ ഉപ്പ ഇങ്ങനെ താമസിക്കുന്ന ഒരു വീട്ടിലെങ്ങനെയാ ബർക്കത്തുണ്ടാവുക? ഫാസിഖീങ്ങളായാൽ അവർ വളർത്തുന്ന കുട്ടികൾ എങ്ങനെയാ നന്നാവുക? ഫാസിഖീങ്ങളായാൽ ആയിരക്കണക്കിന് ഫാസിഖീങ്ങൾ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു നിക്കാഹ് നടന്നാൽ, ഈ ആയിരക്കണക്കിന് ആൾക്കാർ സാക്ഷി നിന്നാൽ ആ നിക്കാഹ് സ്വഹിയാവോ? ഇല്ല. ഫാസിഖാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെറ്റാന്ന് ഉപ്പർക്കറിയാം, എന്നിട്ട് സ്ഥിരം ചെയ്യുക. എല്ലാ ദിവസവും രാത്രി ഹറാമുകളിൽ ഫോണിൽ ജീവിക്കുന്ന മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോൾ വൽ ഇസ്റാറു അലൈഹ, തെറ്റ് സ്ഥിരം ചെയ്യുന്നത് ഫിസ്ഖല്ലേ? ഫാസിഖാവുന്ന പരിപാടിയല്ലേ? അല്ലേ? അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സമയം കളയൂല എന്ന് തീരുമാനിക്കണം. അത് വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത്, നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത്. സമയം കളയൂല എന്ന് തീരുമാനിക്കുക. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും കൂടി ഒരു ബോട്ടിലോ കപ്പലിലോ യാത്ര ചെയ്തു. ഈ നാട്ടിലുള്ള എല്ലാവരും കൂടി പെട്ടെന്ന് കര എത്തുന്നതിൻ്റെ തൊട്ടു മുമ്പ് കപ്പൽ തകർന്നുപോയി. തകർന്നുപോയ കപ്പലിലെ ഓരോ മരക്കഷ്ണവും മറ്റൊക്കെ അള്ളിപ്പിടിച്ച് ഒരുവിധം ഏകദേശം ആളും കരയിലേക്ക് എത്തി എന്നാണ് വിചാരിച്ചത്. എണ്ണി നോക്കുമ്പോൾ പേടി, ആരെങ്കിലും മിസ്സായോ. ടോട്ടൽ 80 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവസാനത്തെ ആളും വന്നപ്പോൾ അൽഹംദുലില്ലാ 80 ആളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടു. അപ്പോഴാണ് ആ നാട്ടിലുള്ള കുറച്ച് മനുഷ്യന്മാർ വന്നിട്ട്, എന്താ കാര്യം ഇവിടെ? കപ്പൽ തകർന്നു പോയി, പെട്ടുപോയതാണ്, ഇവിടെ അല്ല ശരിക്കും നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നാട് നമ്മുടേതാണ്, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന്. അല്ല, നമ്മുടെ കപ്പൽ തന്നെ തകർന്നു പോയല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് രാജാവിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് നാട്ടുരാജാവിൻ്റെ അടുത്തേക്ക് നമ്മളെ 80 ആളെയും കൊണ്ടുപോയി. അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്, നാളെ രാവിലെ 6 മണി വരെ ഇവിടെ താമസിക്കാൻ പെർമിഷൻ ഉണ്ട്, നിങ്ങൾക്ക് നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള വാഹനം സെറ്റാണ്, നിങ്ങൾക്ക് പോകാം. 6 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം, അതിന് മുമ്പും പോകാം, 6 മണീൻ്റെ ശേഷം ഇവിടെ ഉണ്ടാവരുത് എന്നാണ് നിർബന്ധം. പിന്നെ മറ്റൊരു കാര്യം,
അതെന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ മണ്ണില്ല, മണലില്ല, ചരൽ കല്ലുകളില്ല, സാദാ കല്ലും ഇല്ല, ചെളികളില്ല. ഈ നാട് നിങ്ങൾക്ക് ഈ രാത്രി ആയതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഈ നാട്ടിൽ ഏറെക്കുറെ ഉള്ളത് സ്വർണം, വെള്ളി, മുത്ത്, പവിഴം, മരതകം ഇത്യാദിയുള്ള വെരി പ്രീഷ്യസായ അമൂല്യമായ വസ്തുക്കളാണ്. ഇത് തൊടരുതെന്നോ എടുക്കരുതെന്നോ ആണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ സംസാരത്തിൻ്റെ സ്റ്റൈല് നോക്കുമ്പോൾ. അല്ല, നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. സ്വർണ്ണം എടുക്കാം, വെള്ളി എടുക്കാം, മുത്ത് പരുതം, എന്തും എടുക്കാം. ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു എന്നതുകൊണ്ട് ഈ ഉപദ്വീപിൽ ഒന്നും തീർന്നു പോകാനൊന്നുമില്ല, നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ കണ്ടീഷൻ മറക്കരുത്, 6 മണി. എന്ത്? 6 മണി, വേറെ വർത്താനമില്ല. 6 മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കണം. വേറൊരു കണ്ടീഷനും ഇല്ല. നിങ്ങൾക്കുറങ്ങാം, എടുക്കാം, എന്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൂട്ടത്തിലെ 80 പേരിൽ 3 വിഭാഗം ഉണ്ടാവും. വക്കുന്തു അസ്വാജൻ സലാസ. നമ്മളെ കൂട്ടത്തിൽ 3 വിഭാഗം ഉണ്ടാവും. ഒന്നാമത്തെ വിഭാഗം വസാബിഖൂൻ അസാബിഖൂൻ, ഉറങ്ങൂല. 80 ഉപ്മാവ് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ ചായയും ബിസ്ക്കറ്റും, അത്രയൊക്കെ തന്നെ അവർക്ക് തരാൻ പറ്റുള്ളൂ. നമ്മളവരുടെ അതിഥികളൊന്നുമല്ലല്ലോ, ഒരു അഭയാർത്ഥി ടീമല്ലേ. അതുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള ഫുഡ്. അപ്പോഴും ഒന്നാമത്തെ വിഭാഗം ഉറങ്ങാത്ത ആ ടീം ചായ വേണ്ട വേണ്ട വേണ്ട, കടി വേണ്ട വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അവരിങ്ങനെ മുത്ത് പുറക്കിയെടുക്കുന്നു, സ്വർണം പറിച്ചെടുക്കുന്നു, വെള്ളി എടുക്കുന്നു, മരതകം ഇങ്ങനെ ചാക്ക് ചാക്കായി നിറച്ച് ഒരു 5-6 തേക്ക് നിങ്ങൾക്ക് കണ്ണെല്ലാം ചൊറിച്ചലെടുത്തിട്ട് ഓൾറെഡി യാത്രയിലെ ക്ഷീണം, പിന്നെ ഇന്ന് രാത്രി ഉറങ്ങാത്ത 6 മണിക്ക് പോകണം. സമയം നോക്കുമ്പോൾ 5:35 നോക്കുമ്പോൾ കണ്ട അലാറം വന്ന് 6 മണിയായിട്ടുണ്ട് എന്ന്. 6 മണി. അപ്പോഴാണ് ഇവരുടെ കപ്പലിൽ ആ ലഗേജ് വെക്കേണ്ട സ്ഥലത്ത് സ്വർണം, വെള്ളി, മുത്ത്, മരതകം, പവിഴം നിറച്ച് വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. രണ്ടാമത്തൊരു ടീമുണ്ടാവും. അവർ ഈ ഭയങ്കര സൈദ്ധാന്തിക സയൻറ്റിഫിക് റൂട്ടിൽ ജീവിക്കുന്നവരാണ്. ശരീരത്തിനോടും കുറച്ച് കടപ്പാടുണ്ട്, കുറച്ചൊക്കെ തിന്നണം, കുറച്ച് ഉറങ്ങണം, നന്ന കഷ്ടപ്പെട്ട് പറക്കിയെടുക്കാനൊന്നും ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ ജീവിക്കുന്നവരുണ്ടാവും. അങ്ങനെ അവരെന്താണെന്ന് വെച്ചാൽ 2 കഷ്ണം സ്വർണ്ണം എടുത്ത്, ഒരു മുത്തും എടുത്ത്, പിന്നെ ഒരു ചെറിയ ഗീസിൽ ടോട്ടൽ ഓരോന്നും ഓരോ ഐറ്റം എടുത്തിട്ട് 6 ഇട്ടിട്ട് കുറച്ച് ഉറങ്ങി. 6 മണിയായിട്ടോ. മൂന്നാമത്തെ ഒരു ടീമുണ്ടാവും. അടിച്ചു പൊളിയാണ് ജീവിതം, ലൈഫ് ഫോർ എൻജോയ്. ഡിഗ്രി ഫൈനൽ ഇയറാണ് ജീവിതം. ഒരു ബീച്ചിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഉപദ്വീപിലെത്തിയിട്ട് എന്ത് സ്വർണം, എന്ത് വെള്ളി, അങ്ങനെ കുറേ സെൽഫി എടുത്ത് മറ്റേ ഇരുട്ടിൽ അങ്ങനെ എല്ലാം എടുത്ത് ഭയങ്കര സംഭവമാക്കി അങ്ങനെ ജീവിക്കും. കുറച്ച് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉറക്കമില്ല. നോക്കുമ്പോൾ 6 മണി. ഈ 3 ടീമും കപ്പലിൽ കയറുകയാണ്. ഒന്നാമത്തെ ടീമിന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ. ഓരോന്നും എത്ര ലോഡാ കയറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ ടീമിന് ഉണ്ട്, കീശ നോക്കുമ്പോൾ ഉണ്ട് സംഭവം, പക്ഷേ കുറച്ചും കൂടി. മൂന്നാമത്തെ ടീമിന് മരണ ടെൻഷനായിരിക്കും, എന്തായി പറയും. ഇതുപോലെയാണ് ദുനിയാവിലെ മനുഷ്യന്മാരിൽ 3 ടീം. ഒന്നാമത്തെ ടീം സൂഫിയാക്കളാണ്, ഔലിയാക്കളാണ്. അവർക്ക് ഉറക്കില്ല, തീറ്റിയില്ല, കുടിയില്ല. അവർ ഇബാദത്ത് എന്ന് പറഞ്ഞ ഇബാദത്ത്, ഫർളിസ്കാരം, സ്വർണം, സുന്നത്ത് വെള്ളി, ഉപ്പാനുമാൻ്റെ പൊരുത്തം വാങ്ങൽ, മരതകം, അങ്ങനെ സുന്നത്തസ്കാരം, സുന്നത്തോമ്പ്, സുന്നത്തായ ഉംറ, സുന്നത്തായ സിയാർത്ത്, സ്വലാത്ത്, ദിക്ർ, അങ്ങനെയാണ്. ലാസ്റ്റ് 6 മണിയാകുമ്പോൾ അഥവാ ഇസ്രായേൽ വന്നിട്ട് വിളിക്കുമ്പോൾ വുജൂഹു യൗമഇദിൻ നാഇമ, മുഖം ഭയങ്കര പ്രകാശമായിരിക്കും. ബിക്കോസ് ലിസഇഹ റാളിയ, അവർ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ചെക്കന്മാർ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ടീം. രണ്ടാമത്തെ ടീം ഫർള് മാത്രം നിസ്കരിച്ചിട്ട് സിദ്ധാന്തങ്ങളിലൂടെ ജീവിക്കുന്നവർ ഉണ്ട്. അങ്ങനെ ഉറക്കോയിനി ബാത്ത് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ, കുറച്ചൊക്കെ കൂടുമ്പോൾ അടിച്ചോളി, അങ്ങനത്തെ ടീം. അവർക്കൊരു ടെൻഷൻ പോലെ കുറച്ചും കൂടി ബാത്ത് ചെയ്യാനുണ്ടായിട്ടല്ലേ. മൂന്നാമത്തെ ടീം അടിച്ചുപൊളി ടീം.
റമദാൻ തീർന്നല്ലേ, ഞാനൊരു ഖത്തം തീർക്കണമെന്നല്ല വിചാരിച്ചേ, പക്ഷെ അങ്ങനെ അങ്ങോട്ട് തീർന്നു. ലാസ്റ്റത്തെ 10 എന്ത് പോക്കാ പോയതല്ലേ, 6 മണി അങ്ങനെ. ഇനിയും നമുക്ക് ഈ ഉദാഹരണത്തെ, ഇത് ഞാനുണ്ടാക്കിയ ഉദാഹരണമോ എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന ഉദാഹരണമൊന്നുമല്ല. ഇത് ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ച ഉദാഹരണം നമ്മളെ നാട്ടുഭാഷയാക്കി ഉദാഹരിച്ചു എന്ന് മാത്രം.